So guys, welcome back to my channel Technobro Gaming. So guys, നമ്മൾ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോകുന്നത് രണ്ട് വലിയൊരു ഫുട്ബോൾ ടൂർണമെന്റ്സ് ആണ്. അതായത് നമ്മുടെ യൂറോ കപ്പ് ഉണ്ട്, കോപ്പ അമേരിക്ക ഉണ്ട്. യൂറോ കപ്പിന്റെ ഫൈനലാണ്. ഫൈനൽ ഇപ്പോൾ അടുക്കുകയാണ്. ഫൈനലി സൺഡേ രാത്രി 12:30 കാരണം യൂറോ കപ്പിന്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടാണ്. പിന്നെ കോപ്പ അമേരിക്ക, മെയിനായിട്ട് കോപ്പ അമേരിക്ക ഡി മറിയ അങ്ങനെ മെസ്സി വലിയ പ്ലേയേഴ്സിന്റെ ലാസ്റ്റ് മാച്ച് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നല്ല കോപ്പ അമേരിക്ക അർജന്റീനയും കൊളംബിയാണ്. പക്ഷെ എല്ലാ ഫാൻസിനും പ്രോബ്ലം ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ കോപ്പ അമേരിക്കയുടെ ലൈവ് ടെലികാസ്റ്റ് ഇന്ത്യയിൽ എവിടെയും ടെലികാസ്റ്റിന് ഇപ്പോഴും പ്രോബ്ലമാണ്. ഒഫീഷ്യലായിട്ട് കോപ്പ അമേരിക്കയുടെ ടെലികാസ്റ്റ് ഇന്ത്യയിൽ എവിടെയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒഫീഷ്യലായിട്ട് ഒരു ചാനലും ഇതുവരെ ഇന്ത്യയിലെ കോപ്പ അമേരിക്ക ടെലികാസ്റ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ അതുകൊണ്ടാണ് ഫാൻസ് ഇത്രയും പ്രോബ്ലത്തിലായത്, എങ്ങനെ കാണണമെന്ന്. ചിലവരൊക്കെ ഇങ്ങനെ VPN എടുത്ത് കാണുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആകെ വേണ്ടത് ചെറിയൊരു ലിങ്കാണ്. ആ ലിങ്ക് നിങ്ങൾക്ക് ഈ വാട്സാപ്പിലെല്ലാം കുറേ ലിങ്ക്സ് ഉണ്ടാവും, പക്ഷെ അതൊന്നും ഉപയോഗിക്കണ്ട. ഞാനിന്ന് പറയുന്നതായിരിക്കും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതിനു മുമ്പ് പറയാം എന്താണ് ഇങ്ങനെ സംഭവിച്ചതിന് കാരണം. ആദ്യം തന്നെ ഫാൻ കോഡിലേക്ക് നോക്കാം. ഫാൻ കോഡ് എന്ന് പറഞ്ഞാൽ കോപ്പ അമേരിക്കയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് ഏറ്റെടുക്കാമെന്ന് അതായത് ആ കോപ്പ അമേരിക്ക തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഡിജിറ്റൽ സ്ട്രീമിംഗ് ഏറ്റെടുക്കുമെന്ന്. പക്ഷേ ഫാൻ കോഡിന് കോപ്പ അമേരിക്ക സ്ട്രീം ചെയ്യാൻ റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു ഫാൻസിന് ഫാൻ കോഡ് ചെയ്യുന്നില്ല. അതായത് ഫാൻ കോഡിൻ്റെ പ്ലേ പാസിൽ എടുത്തു വെച്ചവർക്ക് വലിയൊരു നിരാശയായിരുന്നു. പിന്നെ സോണി ലിവും അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ സോണി ലിവ് ലാസ്റ്റ് മിനിറ്റിൽ അത് മാറിക്കഴിഞ്ഞു. കാരണം അവർക്ക് ഇപ്പോൾ ഓൺഗോയിങ് ടൂർണമെൻ്റായ യൂറോ കപ്പിൻ്റെ ഇപ്പോഴും റൈറ്റ്സ് ഉണ്ട്, അത് സ്ട്രീമിംഗ് ഉണ്ട്. അങ്ങനെ ആ ടൈമിൻ്റെ ഇതായ കൊണ്ടായിരിക്കും ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ സോണി ലിവും ഇതില്ലാത്ത സമയം ഒഫീഷ്യലായിട്ട് 2 ചാനലും എടുത്തില്ല, ബാക്കി ഒരു ചാനലും എടുത്തില്ല. പക്ഷേ നിങ്ങൾ VPN എടുത്തിട്ട് കുറേ പേര് കാണുന്നുണ്ട്, അത് കുറേ ബുദ്ധിമുട്ടാവും. അതിനെക്കാട്ടിയും ഈസി ആയിട്ടൊരു മെത്തേഡ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത്. അങ്ങനെ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാനിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് റിസർച്ച് ചെയ്തിട്ടാണ് നടത്തുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം. കുറേ ഫാൻസിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യണം എല്ലാവരും. അങ്ങനെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറഞ്ഞേക്കാം, HD സ്ട്രീംസ് എന്നൊരു അതായത് അൺഒഫീഷ്യൽ ആപ്പാണ്. എന്നാലും അൺഒഫീഷ്യൽ ആപ്പാണ് അതിൻ്റെ സ്ട്രീമിംഗ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ കുറേ ചാനലുകളുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് HD സ്ട്രീംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പ അമേരിക്ക അതിലും സ്ട്രീമിംഗ് ഉണ്ട്. കോപ്പ അമേരിക്ക മാത്രമല്ല, റിയൽ മാഡ്രിഡ് അങ്ങനെ കുറേ മാച്ചസ് ഇപ്പോൾ നമുക്ക് അതിൽ കാണാം ഫ്രീ ആയിട്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സിംബാബ്വെ ഫ്രീ ആയിട്ട് കാണാം നമുക്ക് ഓരോ മാച്ചസ്. അതിൽ കോപ്പ അമേരിക്ക അല്ലാണ്ട് നമ്മളിപ്പോൾ ചിലർക്ക് സോണി ലിവ് TV ഇല്ലാത്തവർക്ക് മറ്റേ സോണി ലിവിൽ പാസ് എടുത്ത് കാണുന്നതിന് പകരം HD സ്ട്രീംസിലും കാണാം ആ കളി. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ പോകേണ്ടത് ഗൂഗിളിലാണ്. ഗൂഗിൾ ക്രോമിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ HD സ്ട്രീംസ് എന്നാണ് പോയി സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റിന് HD സ്ട്രീംസ് APK എന്നായിരിക്കും വരിക. കാരണം HD സ്ട്രീംസ് എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് ഡൗൺലോഡിങ് കിട്ടിയിട്ടില്ല. APK വഴി പോകാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് തരുന്നേക്കും. അതിലമർത്തി നിങ്ങൾ ഡയറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഒരു 19 MB ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അതിനുള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കാണിക്കുന്നതാണ്. ആ സമയം നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ സ്ക്രീൻ ഓപ്പൺ ആയി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ ആണ് കാണുന്നത്, അല്ലെങ്കിൽ റിയൽ മാഡ്രിഡിൻ്റെ മാച്ചോ ഏത് ക്ലബിൻ്റെ മാച്ചായാലും നിങ്ങളിപ്പോൾ അതന്നെ കോപ്പ അമേരിക്കയാണ് കാണുന്നത്. ചിലവർ ഈ യൂറോ കപ്പിൻ്റെ ഫൈനലായതുകൊണ്ട് അതും കാണും, കോപ്പ അമേരിക്കയും കാണും. അങ്ങനെ നിങ്ങളെന്ന് പറയുമ്പോൾ ആ മാച്ച് തുടങ്ങുന്ന സമയം അതിൽ പോയാൽ കോപ്പ അമേരിക്ക യൂറോ കപ്പ് അങ്ങനെയെല്ലാം കാണും. അതിൽ നിങ്ങൾക്ക് വേണ്ടതിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കുറേ ചാനലിൻ്റെ പേര് കാണും. നിങ്ങൾക്ക് നല്ലൊരു ചിലത് ഇംഗ്ലീഷ് ഉണ്ടാകും, കോപ്പ അമേരിക്കയിൽ ചിലത് അമേരിക്കൻ ലാംഗ്വേജ് ഉണ്ടാകും, ചിലത് ബ്രസീലിയൻ ലാംഗ്വേജ് ഉണ്ടാകും, അങ്ങനെ ചിലത് ഹിന്ദിയിലുണ്ടാകും. അങ്ങനെ നിങ്ങളെ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് മാച്ച് തുടങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കാണാം. സോ ഇത് ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോ ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗെയിമിംഗ് വീഡിയോയിൽ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സൈനിങ് ഓഫ്.